ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഹെയർ ബോ സെറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഒരു ഹെയർ ബാൻഡ്, 2 അലിഗേറ്റർ ക്ലിപ്പ് ആൻഡ് സ്ക്രഞ്ചീസാണ് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ തുടക്കക്കാർക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ബോ സെറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തെടുക്കാൻ പോകുന്നത് ഒരു ഹെയർ ബാൻഡാണ്. അതിനായിട്ട് നെറ്റ് ഫാബ്രിക്കിൻ്റെ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. നീളം 1 മീറ്ററും അതേപോലെ വീതി 2 ഇഞ്ചുമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ നമ്മൾ ഒരു റണ്ണിങ് സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. സാധാ നൂലും സൂചിയും വെച്ചിട്ടാണ് നമ്മളത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ സ്റ്റിച്ചിങ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലെങ്ത് ഒന്ന് നോക്കിയിട്ട് അവസാനം നമ്മൾ ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ലോക്കിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ആ ക്ലോത്ത് ഹെഡ് ബാൻഡിൽ ഒട്ടിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ തുന്നാൻ വേണ്ടിയിട്ട് ഒന്ന് സെൻറ്ററിൽ ലോക്കിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അതിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഗമ്മ് B7000 ആണ്. എന്നിട്ട് ആ ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ ഹെഡ് ബാൻഡിൽ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കും. ഇനി നമ്മൾ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം തന്നെ നമ്മളൊന്നും കൂടി തുന്നി കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടി സെക്യൂർ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റോൺ ലേസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ലെയറാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് നോക്കിയിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് അത് സെൻറ്ററിൽ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ ഹെഡ് ബാൻഡ്. സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡ്രസ്സിന് മാച്ചായിട്ട് തന്നെ നമുക്കതൊക്കെ ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് അലിഗേറ്റർ ക്ലിപ്പ് വെച്ചിട്ടാണ്. അലിഗേറ്റർ ക്ലിപ്പിന് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇത് സെയിം ക്ലോത്ത് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഈ ക്ലോത്തിൻ്റെ ലെങ്ത്ത് നമ്മൾ 1/2 മീറ്ററും അതേപോലെ വിഡ്ത്ത് നമ്മൾ 2 ഇഞ്ച് നേരത്തെ എടുത്ത പോലെ തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി അതേപോലെ നേരത്തെ കാണിച്ച പോലെ തന്നെ റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ചും കൂടി തിക്കായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അവസാനം ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക. അലിഗേറ്റർ ക്ലിപ്പിൻ്റെ ലെങ്ത്ത് നോക്കിയിട്ട് നമ്മൾ ഇത് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അതേപോലെ ഗം വെച്ചിട്ട് നമ്മൾ അത് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇനി ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ജസ്റ്റ് തറ്റൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണം കേട്ടോ. അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. പിന്നെ നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ 2 ലെയറിലുള്ള സ്റ്റോൺ ലേസാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതും നമ്മൾ സെൻറ്ററിൽ ഗം വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ 2 അലിഗേറ്റർ ക്ലിപ്പും ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി അവസാനമായിട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് സ്ക്രഞ്ചീസാണ്. നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് സ്ക്രഞ്ചീസിൻ്റെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് 1 മീറ്ററിൻ്റെ ലെങ്ത്താണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതേപോലെ വീതിയും 2 ഇഞ്ചിനെയാണ് എടുത്തിരിക്കുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ സ്ക്രഞ്ചീസ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. സ്ക്രഞ്ചീസിൻ്റെ പല മെത്തേഡ്സിലുള്ള വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതാ നിങ്ങൾക്ക് എളുപ്പമെന്ന് നോക്കിയിട്ട് അത് വെച്ചിട്ട് സ്ക്രഞ്ചീസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സ്ക്രഞ്ചീസ് ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞു. ഈ 3 ഐറ്റംസാണ് നമ്മൾ ഇതിലേക്ക് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ എന്തായാലും പറയണം. അതേപോലെ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ ബിസിനസ്സൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.